ഞങ്ങൾ രാമക്കൽമേട് ട്രെക്കിങ്ങിന് പോവാണ്. ഇവിടെ രതീഷാണ് ട്രെക്കിംഗ്. രതീഷിൻ്റെ നമ്പരൊക്കെ പിന്നെ തരാം. ഞങ്ങൾ രാമക്കൽമേട്ടിൽ താമസിച്ചത് ലിമോൺ എന്ന പേരുള്ള ഒരു റിസോർട്ടിലാണ്. കുഴപ്പമില്ല, ആവറേജാണ്, വലിയ റേറ്റൊന്നുമില്ല. ഒരു മുറിക്ക് 2000 രൂപ 2500 രൂപ റേറ്റേ ഉള്ളൂ. പിന്നെ റൂം, ബാൽക്കണി അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നുമില്ല. എന്നാൽ കുറവൻകുറത്തി പ്രതിമയിരിക്കുന്ന മലയുടെ തൊട്ടടുത്തായിട്ടാണ് ഈ റിസോർട്ട്. അത് നല്ലൊരു അനുഭവമാണ്. കാരണം രാത്രി കാലങ്ങളിലൊക്കെ അവിടോട്ടുമൊക്കെ കയറിപ്പോകാം, കാറ്റുമൊക്കെ ആസ്വദിക്കാം. മറ്റേ ഇതിൽ ചെയ്യേണ്ട അപ്പുറത്ത് അവപ്പാറയിലാണ് ഞങ്ങൾ പോകുന്നത്. വീട്ടിൽ അവിടെ പോകും. വീട്ടിൽ രാമക്കൽമേടിൽ നിന്നും തോവാളപ്പടിയിൽ വന്നിട്ട് അവിടെ നിന്നാണ് ആമക്കുന്നും ഫ്ലൈറ്റ് വ്യൂ പോയിൻറ്റും ഒക്കെ കാണാൻ വേണ്ടി ട്രക്കിങ്ങിന് പോകുന്നത്. ഇനിയും വളരെ കുത്തുകയറ്റമാണ്. വളരെ ഇടുങ്ങിയതും റഫായിട്ടുള്ളതുമായുള്ള റോഡായിരുന്നു. ഇപ്പോൾ വളരെയേറെ ദൂരം അത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചിടം ടാറോ കോൺക്രീറ്റ് അതുപോലെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് പോയവർക്ക് ആ ട്രക്കിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. എങ്കിലും സുഖകരമായ റോഡിൽ കൂടെ പോകുന്നതാണ് എനിക്കിഷ്ടം. മറ്റേത് വളരെ കല്ലയിലൊക്കെ കയറി നടുവൊക്കെ ഒടിഞ്ഞേ വരാൻ പറ്റും. നമുക്ക് ഭയം തോന്നും. ആണല്ലോ ട്രക്കിങ്ങിൻ്റെ രസം. എന്നാലും കുറച്ച് സ്ഥലം അങ്ങനെയുള്ളതുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടുന്ന് കുന്ന് കയറി പോകണം. നല്ല രസകരമായ ഒരു അനുഭവമാണ്. ഞങ്ങൾ ആമപ്പാറ കിട്ടി. രാമക്കൽമേട് ഞാനും കിത്തും ഞങ്ങളെ വലിയ കൂട്ടുകാരാണ്. ഞങ്ങൾ ആമപ്പാറ വന്നത് കിത്തുവിനെ എന്തോ സെലിബ്രിറ്റി ആക്കാൻ പോവാണ്. കിത്തുവിൻ്റെ അപ്പം തേടിയിരിക്കുന്നു. എത്രയാണ് 4 പേർക്ക്? 4 പേർക്ക് 100 രൂപ. അതിന്റെ ചില്ലറ ഉണ്ടാവും. ആമയുടെ ഇതൊക്കെ ആമയുടെ ഒരു മ്യൂസിയം പണിയാ സാർ ഇവിടെ. ഓ, ഈ ആമപ്പാറ എന്ന് പറയാൻ കാരണം എന്തോ? അതാണ് നമ്മളവിടെ
അവിടെ ചെല്ലുമ്പോൾ ഒരു ആമയുടെ ഷേപ്പിലാണ് പാറ ഇരിക്കുന്നത്. ഓ ആമ. എല്ലാ പാർട്സുകളും ഉണ്ട്. ആമയുടെ ഷിപ്പ്. ആമയുടെ ഇത് മ്യൂസിയം പരിപാടിയാണ്. മിനിയേച്ചർ ഗാലറി. ആ, 2 റൂംസ് അതിനകത്ത് 300 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 റൂമുണ്ട്. ആ, അതിനുള്ളിൽ 2 മിനിയേച്ചർ ഗാലറി. ഇടുക്കി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ. ആ, ആ, രണ്ടാമത്തെ ഗാലറി രാമപുരം. ആ, ആ. എടുത്തോ, വാ. ഇടയ്ക്ക് മറ്റേ കുറെ ഓഫ് റോഡ് വണ്ടികൾ വന്ന് പെട്ടുപോയെന്ന് പറഞ്ഞ വാർത്ത കണ്ടില്ലേ? ആ, ആ. ഞാൻ കാണുന്ന മലയുടെ ഏത്? ഏറ്റവും വലിയ മല. ഓ, ഇതോ. പിന്നെ അതെന്താ പറ്റിയത്? അത് കർണാടകത്തിൽ നിന്ന് കുറെ ഓഫ് റോഡ് റൈഡേഴ്സ് ആ, അവിടെ. മഴ പെയ്തപ്പോൾ അതിന്റെ മേളിൽ ആ, പെട്ടുപോയി. എന്താ മലയാ? നാലുമല. ഓഫ് റോഡേഴ്സ് അവരെ സ്വന്തം വണ്ടി വന്ന് കാണുമല്ലേ? സ്വന്തം വണ്ടിയില്ല. സ്വന്തം വണ്ടി വന്ന പാടാ. 4 മലയുണ്ട് അത് കയറണമെങ്കിൽ. അതുണ്ടോ അങ്ങേറ്റത്ത് ഇപ്പം 3 മല നമുക്ക് കാണാൻ പറ്റും. ആ, ആ, കണ്ടോ? ചെറിയ നിലയിൽ 3 മല. ആ, ആ, ആ. അതിന്റെ അപ്പുറത്ത് ഒരു മല കൂടെ ഉണ്ട്. അങ്ങനെ 4 മലയിൽ കയറി ഇറങ്ങിയാലേ ഈ ടോപ്പില് ഇത് നമുക്ക് പോകാൻ പറ്റില്ല. അല്ലേ? ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്. അല്ല, ഇത് ഈ ഇപ്പം ഇപ്പൊ പോകാൻ പറ്റില്ല. എന്താ? മറ്റേ കളക്ടർ നിരോധിച്ചു അങ്ങോട്ടുള്ള ട്രക്കിംഗ്. ഓ, ശരി. സ്ത്രീ കണ്ടില്ല കളക്ട്. അതെ, അവര് മാറിയിട്ട് അടുത്ത സ്ത്രീ. വീണ്ടും സ്ത്രീ എന്നാണ്. പണ്ട് നമ്മൾ പറയുമ്പോൾ ഈ സാധനം ഒന്നുമില്ല. ഇല്ലില്ല, നമ്മളന്ന് വണ്ടി ഓടിച്ച് ഇവിടെ വരും. ആ, ഇവിടെ കൊണ്ടുവന്ന നിങ്ങൾ ഇങ്ങനെ നിർത്തുമായിരുന്നു. ഇല്ലയോ? ആ കല്ലുമേ കൊണ്ട് കയറി നിർത്താം അല്ലേ? അതെ, നമ്മളിങ്ങനെ കറങ്ങിയില്ലേ വന്നത്. ഇതിപ്പോ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എടുത്ത് കഴിഞ്ഞപ്പോഴേ അവരുടെ കുറച്ച് പ്രൊജക്ടുകൾ വരുന്നത് ഇവിടെ വരെ വരുവായിരുന്നു ജീപ്പ്. ആമപ്പാറ. ആമ. പിന്നെ നോക്കി ഇറങ്ങിയാ ഇവിടെ അഡ്രസ് അങ്ങോട്ട് അയക്കണമെന്ന്. അതെ, വീട്ടിൽ അയക്കാൻ തുടങ്ങി. ലെഫ്റ്റിലൊക്കെ നമ്മൾ തിരിച്ചു വരണം. നമുക്കൊരു വീഡിയോ എടുത്താലോ? ഞാൻ എന്റെ ഫോണിൽ എടുക്കട്ടെ വീഡിയോ. കിട്ടു തന്നെ. എന്തുകൊണ്ട് മണ്ണുണ്ടെങ്കിൽ വലിയ പാട്. ഞാൻ എല്ലാരെയും കൂടെ എടുക്കാൻ പറ്റത്തില്ല. ഇറങ്ങി എനിക്ക് നേരെ ഇറങ്ങാൻ പറ്റത്തില്ല. ബാ ഇത് വഴി ഇപ്പാണ്. ഇറങ്ങണേ, സ്റ്റക്കാവല്ലേ? എനിക്ക് പറ്റുമോ? പറ്റും. ബാ.
ചരിനിങ്ങ ഇറങ്ങിയാ മതി പറ്റത്തില്ലെങ്കിൽ. ഓ അച്ഛൻ ചരിഞ്ഞു പോച്ചാ ടെൻഷൻ ആവണ്ട, ഇറങ്ങ. വലത് കാലം ആദ്യം ഇറക്കി വെച്ചോ. റെഡിയോ? കഴിഞ്ഞു പരിപാടി. അച്ഛൻ മുണ്ടൊക്കെ എടുത്ത ആകെ പ്രശ്നം. അജികൊച്ചാലും പെട്ടു. ഇനി വാഴ ഇളക്കേണ്ടി വരും. ഇനി ഇറക്കണം. മാപ്പിള കലാസിലേക്ക് കൊണ്ടുവരണം. മേടെ ഒരു സൈഡിലേക്ക് ഒന്ന് തള്ളി കൊടുക്കുക. തള്ളല്ലേ, തള്ളിയാ വീഴും. അല്ല പാറ തള്ളി കൊടുക്കാൻ. അത് പുള്ളി വയസ്സായില്ലേ. ചെരിഞ്ഞോ പോരെ. അച്ഛൻ ടെൻഷനായി. ഒരൊറ്റ വിട്ട് വെച്ചടാ. അച്ഛൻ പറഞ്ഞു കൊടുത്താ മതി, അതിലെ കൂടി ഇറങ്ങിയാണ്. ഇനി ഇതേ തന്നെ തിരിച്ചു പോകണം. അതാ എന്താ ഈ കൊച്ചറ, എന്താ ഈ കൊച്ചറ? അല്ല കാര്യം ഉണ്ടോ? വേറെ വഴിയുണ്ടോ? കായം കൊടുത്തിട്ട് അമ്മ ഇനി എങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിച്ചത്? അമ്മയൊക്കെ ഈസി ആയിട്ട് പോകും. അടിപൊളി. ഞാൻ എന്ത് ഈസി ആയിട്ട് അറിയില്ല. ചേട്ടാ എത്ര അത് കുഴപ്പമില്ല. ഇച്ചിരി ആമപ്പാറ. പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആമയുടെ ആ ഷേപ്പ് കാണാൻ പറ്റും. ആമയുടെ കുറെ പാർട്സുകൾ അടുക്കി വെച്ചേക്കുന്ന പോലെ ഈ മലയുടെ ഒരു ഷേപ്പ്. നമ്മളിപ്പം അതിന്റെ പെടലിൽ കൂടിയാണ് കടന്നു വന്നത്, ചെരിഞ്ഞ് കടന്നു വന്നത്. നമ്മൾ അതിന്റെ തോടിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. ആമപ്പാറ, ആമയുടെ കുനിഞ്ഞു വരണേ. അവിടെ ലെഫ്റ്റിലേക്ക് ഇറങ്ങണേ. ആ നമ്മുടെ ഫോട്ടോ പോയിന്റ്. ഇത് ഇറങ്ങിക്കും. എവിടെ വീഡിയോ പോണം. നല്ല സുന്ദരമായ സ്ഥലമാണ് ആമപ്പാറ. നല്ല കാറ്റ്, താഴത്തേക്ക് നോക്കിയിരിക്കുക, അതാണ് അതിന്റെ ഒരു ഭംഗി. വീഡിയോ പിടിച്ചിരുന്നോണേ. ട്രക്കിങ്ങിന് വരുമ്പോൾ അവള് കുറ്റം കാണാൻ വിളിക്കാൻ. അവളെ കഴിഞ്ഞ ആള് അവിടെ തന്നെ സ്വാമി കുറ്റം കണ്ടുപിടിക്കാൻ സാർ അങ്ങോട്ട് അതൊക്കെ ഞാൻ പിടിക്കണം. സിമ്പിള്. ഇങ്ങനെ നിരങ്ങിയാണ് പോകേണ്ടത്. പോകേണ്ട പോയാൽ പോയി കേട്ടോ. രണ്ട് കാലം താത്തിട്ടെ സാറേ, രണ്ട് കാലം താത്തിട്ടെ. ആ രണ്ട് സൈഡിൽ കൈ വന്നു. അതെ അങ്ങോട്ട് അങ്ങോട്ട് സ്റ്റെപ്പിൽ ഇറങ്ങിയാ
അവിടെ വന്നു, അവിടെ വന്നു. റെക്കോർഡിംഗ് ആണോ കൃഷി? അതെ അതെ. അവിടെ കാലെടുത്ത് വെക്കടി. അങ്ങനെ ഇരിക്കട്ടെ. മോളെ ഇരുന്നോ, അതാ സേഫ് ആയിട്ട് പോകാൻ പറ്റും. സാറേ ഇവിടെ വെയിറ്റ് ചെയ്യണേ, ഇവരും കൂടെ വരട്ടെ. മുണ്ടെല്ലാം കയറി പോകുന്നു. മുണ്ടൊന്നും കയറി കയറാം. മുണ്ട് അങ്ങ് അഴിക്കി വെച്ചാൽ കറ്റി കളിക്കും. അത് ഇട്ടിട്ടില്ല. അവന്റെ വീഡിയോ അല്ലയോ? ഈ ഒരു കാര്യം ഇതിന്റെ കാര്യം നിൽക്കാൻ പോവരുതേ. അവിടെ നിൽക്കുക, നീ അവിടെ ഇരിക്കുക. ആ പാറമേലേക്ക് കമിഴ്ന്ന് കിടന്നോ. അതാ ഈ സൈഡ് ആ കിടന്നു. നീ കിടക്കുക അല്ലയാ. ഇത് ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല, പത്രാശതിക്ക് അറിയാൻ മതി. എന്തോ പോരട്ടെ പോരട്ടെ. ആ കിത്തി രക്ഷപ്പെട്ടു. കമന്ന് കിടക്ക് മോളെ. ആ ഇനി പതുക്കെ പോലെ. വാ പോരെ. ആ ഞങ്ങൾ പോവാ. പതുക്കെ പിടിക്കണ്ട. രക്ഷപ്പെട്ടു. കഴിഞ്ഞു. നീ കിട്ടുമെങ്കിൽ മാറേ. പോരെ. ആ രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങള് ആമപ്പാറയില് വേറെ എങ്ങും വരത്തില്ല. ക്യാമ്പ് പോയതോലോ അതുകൊണ്ട് പുതിയ എക്സ്പീരിയൻസ് ആയി. കഴിഞ്ഞ വട്ടം അട്ടകടിയായിരുന്നു. അച്ഛൻ തിരിച്ചവിടെ പോയി കാണും. സാറേ ഇതാണ് നമ്മുടെ ആമപ്പാറ. ഓ അപ്പൊ ഇതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാല്, ആമ ഇങ്ങനെ മേളിലേക്ക് ഇരിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക. അപ്പൊ അതിന്റെ ഏറ്റവും ടോപ്പിലൊരു തല ഉരുണ്ടിരിക്കുന്ന ഭാഗം, ആൾക്കാർ നിൽക്കുന്നതിന്റെ മേളിൽ ഉരുണ്ടിരിക്കുന്ന ഭാഗം, പിന്നെ അതിന്റെ താഴത്തെ ഒരു കൈയായിട്ട് സങ്കല്പിക്കുക. ആ ഒരു പാറ ഇത് അതിന്റെ ആ തോട്, താഴത്തെ വാല്, ഉള്ളിൽ കയറിയപ്പോ രണ്ട് കാലും ഉണ്ടായിരുന്നു. അതിൽ ഒരു കാലായി പുറത്തിടിച്ചത്, അതിന്റെ ഓപ്പോസിറ്റ് ഒരു കാലുണ്ട്. അങ്ങനെ രണ്ട് കാലുമേലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ ഈ ആമയുടെ എല്ലാ പാർട്സുകളും ഇങ്ങനെ ചേർന്നിരിക്കുന്ന പോലെയാണ് ഈ മലയുടെ ഒരു കൂട്ടം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആമപ്പാറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു 5 ടൈപ്പിലാണ് അതിന്റെ ഉള്ളിൽ കയറിയത്. ആദ്യം നമ്മൾ നേരെ നടന്നു, പിന്നെ നമ്മൾ അതിന്റെ പെടലിൽ കൂടിയാ ചെരിഞ്ഞു പോയത്. കണ്ടോ, പെടലിയും തലയും തമ്മിലൊരു ഗ്യാപ്പാ, അതിലാണ് നമ്മൾ ചെരിഞ്ഞു പോയത്. പിന്നെ അതിന്റെ തോടിന്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ കുറച്ച് കുനിഞ്ഞ് നടന്നു, പിന്നെ കുറച്ച് നമ്മൾ ഇരുന്ന് വന്നു, പിന്നെ നമ്മൾ കിടന്നിട്ടാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഒരു 5 ടൈപ്പിൽ നമ്മൾ കയറി ഇറങ്ങുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു യോഗ ട്രെയിനിങ് സെന്റർ ആയിരുന്നു. യോഗ അറിയത്തില്ലാത്തവരെയൊക്കെ നമ്മുടെ ഇവിടെ വന്ന് യോഗ ഞാൻ യോഗ ട്രെയിനിങ് സെന്റർ വിചാരിച്ചാണ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചേ. ഞാൻ ഇപ്പോൾ ആമപ്പാറ എത്തി. ആമപ്പാറ രാമക്കൽമേട്
ഞങ്ങളെ ട്രക്കിങ്ങിന് കൊണ്ടുവന്ന ജീപ്പ് ഡ്രൈവറാണ് രതീഷ്. ഇവിടെ വന്ന ഈ ആവപ്പാറയുടെ ഇടവിലൂടെ ചരിഞ്ഞും കിടന്നും ഇരുന്നും നീന്തിയും ഒക്കെ ഒരു രക്ഷപ്പെട്ടു. വളരെ ആയാസകരമായിരുന്നു. രതീഷിന്റെ നമ്പറൊക്കെ ഞാൻ എല്ലാ ദിവസവും ജിമ്മിൽ പോകുന്ന ആളാ. എന്നിട്ട് ഞാൻ അടച്ചു കൊടുത്തു. ആ അന്നേരം ഇനി ആമപ്പാറയെ കൊണ്ടുപോയി രതീഷ് ഇതുപോലെ പരിപാടികളൊക്കെ നിങ്ങളെ ചെയ്യിപ്പിക്കും. എല്ലാവരും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യും. ആ ആമപ്പാറ വരെ. നിങ്ങൾ എവിടെ പോകാൻ വന്ന? ആമപ്പാറ. നിങ്ങളുടെ ഭർത്താവ് എന്തി? ചേട്ടൻ അവിടെ മേളിൽ നിൽക്കുന്നു. ചേട്ടനെ ഇറങ്ങാൻ വയ്യുന്നു. പാവം പിടിച്ചോനെ. പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നുഴഞ്ഞിറങ്ങും. കിട്ടു എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇനി മനുവങ്കിൾ വിളിച്ചാൽ വരുമോ? വരുമോ? വരും, ഉറപ്പായിട്ട് വരും. മാസ്റ്റർ വാ കേറാം, വാ കേറാം, വാ. പണി നടന്നുകൊണ്ടിരിക്കുക അല്ലേ? ഇതെന്താ പറഞ്ഞേ? ഇത് നമ്മുടെ രാമക്കൽമേട് റോഡ്, അതെ ലെമൺ റിസോർട്ട്. ഓ രാമക്കൽമേട്. അത് ലെമൺ ഓ റിസോർട്ട്. അവിടെ നിങ്ങൾ വന്നിട്ട് DTPC കൗണ്ടർ, രാമക്കൽ ഖുർആൻ മൂർത്തി സ്റ്റാച്യു, മറ്റേ വാച്ച് ടവർ, പിള്ളേരുടെ പാർക്ക്, അത് പറഞ്ഞ DTPC കൗണ്ടർ, രാമപുരത്തിലെ ജീപ്പ് സ്റ്റാൻഡ്, രാമപുരം അമ്പലം, അടുത്ത കടകൾ, ജീപ്പ് സ്റ്റാൻഡ്, അവിടുത്തെ റിസോർട്ട് എടുത്ത് രാമക്കൽമേട് ജംഗ്ഷനായി കാണാം. ഇടുക്കി ഡാം, ഇടുക്കി ആർച്ച് ഡാം. ഡാം അല്ലേ? ഇവിടെ ടിക്കറ്റ് എടുത്തിട്ടാണ് അത് ചെറുതാവും ഡാം ഇരിക്കുന്ന ഒറ്റ ഇതാണ്, ഒരു ജലാശയമാണ്, ഒരു കാശ്മീർ. ഒറ്റ 3 ഡാമാണ്. നായ്ക്കിലെ മറ്റേത് കുളമാവ് ഡാം, അതുണ്ട് അങ്ങേറ്റം. കുളമാവ് ഡാം, ചെറുതോണി ഡാം, ഇടുക്കി ഡാം. ഇതിന്റെ കാശ്മീർ ഏരിയ എല്ലാം ഒന്നാണ്. ഇതാണ് ഖുർആൻ മല, കുറഞ്ഞ മല, 2 മലകൾ. ഏതാ കുറവ്? ഇതൊരു ഖുർആൻ മല, അത് കുറച്ച് മല. അത് കുറച്ച് മല. അത് രണ്ടും കൂടെ ചേർത്താ? രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. ഖുർആൻ മലയും കുറച്ച് മല. ചെറുതോണി ഡാം, അത് മറ്റേത് കുളമാവ്. കുളമാവ് ഡാം, ചെറുതോണി ഡാമാണ്. ചെറുതോണി ഡാം നമ്മുടെ ഇടുക്കി കട്ടപ്പന റോഡായി കാണുന്നത്. റോഡ് ഇതാണ് നമ്മുടെ വൈശാലി ഗുഹ. ഈ മല ബോർഡ് ചെയ്തിട്ടാണ് അപ്പോഴത്തേക്ക് റോഡ് വന്നത്. മനസ്സിലായി. വൈശാലി സിനിമയിൽ അതിൽ കൂടെ ഉള്ളിക്കുടി മല തുറന്നിട്ടാണ്. പേരെന്താ? എൻ്റെ പേര് രതീഷ്. രതീഷ് ഉമ്മനാണ്. അതെ അതെ അതെ. രാമക്കൽമേട്ടിൽ വന്ന ഇവിടെ കോട്ടേജ് ഒക്കെ അച്ഛനൊക്കെ ആയിട്ട് വന്നതാണ്. ഡിസൈൻ്റെ കാലത്ത് ഇവിടെ വീടൊക്കെ ഉണ്ട്. താഴെ താമസം. അതാ കുമ്മനാട്ട് വീടുണ്ടോ? കുമ്പനാട്ട് ഉണ്ട്. ഞങ്ങളുടെ ഒരുപാട് പുറമറ്റത്താണ്. തൃക്കേൽ അമ്പലത്തിൻ്റെ. ശരി. ഇത് ഇദ്ദേഹത്തിന്റെ കോട്ടേജാ. 3 ഉണ്ടല്ലേ? 3 ഉണ്ടല്ലേ? എങ്ങനെയാ അതിന്റെ ചാർജ് ഒക്കെ? ചാർജ് 3000 രൂപ.
3000 രൂപ. ആ 6 പേർക്ക് മേളിലോട്ട് ഇറങ്ങണ്ടേ. തന്നെത്താനൊക്കെ ആഹാരം വെച്ച് അതെ അതെ, ഗ്യാസ് ഉണ്ട്, കിച്ചൺ ഗ്യാസ് ഇത് കാണാൻ പറ്റുമോ? അത് കാണാൻ പറ്റും. അത് കാണാൻ പറ്റും. ഒന്നൊന്ന് കാണിക്കാം. ചേട്ടൻ വീട്ടിൽ വന്നോ? ആണോ? ഇങ്ങോട്ട് പോയോ? ഇല്ല, ഫുക്കറ്റ് പോയില്ല, ഇനി പോകണം. ഈ പ്രാവശ്യം വീട്ടുകാരൊക്കെ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴും പട്ടാന്ന് അവരടിച്ചു നോക്കും. അതെ, താക്കോൽ ഞാൻ ഇതാ ചൂട് തരത്തില്ല. കിച്ചൺ ഇല്ലേ? എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകം ഇദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ല ഇതില്ല. ഇത് ഇനി ഞങ്ങൾ പോകുന്നത് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. അത് അവിടെ ഈ പോകുന്ന റോഡിന്റെ ലെഫ്റ്റ് സൈഡ് തമിഴ്നാട് ഫോറസ്റ്റ് ഏരിയ, റൈറ്റ് സൈഡിൽ കേരളമാണ്. ഇത് ലെഫ്റ്റ് സൈഡ് കേരള തമിഴ്നാട് ബോർഡർ. ഇത് തമിഴ്നാടാണോ? അതെ അതെ, ശരി. ഇത് ബോർഡറാണ്. ഇത് തമിഴ്നാട്, ഇത് കേരളം. വലിയ തെളിവ് വേണമെങ്കിൽ പണ്ടത്തെ സാധനമുണ്ട്, ജെണ്ട. അജണ്ട. ജണ്ട ഇതിന്റെ അതിരാ പാറയിൽ വാർത്ത ചെയ്യുന്നത്. ജണ്ട അതിന്റെ മുകളിലാണോ? അതിന്റെ മുകളിലാണോ സാധനം? അതിന്റെ മറ്റേ ചരിച്ച് ചെയ്യുന്നത് സോളാറോ? സോളാർ പാർക്കാണ്. ആണോ? അത് എങ്ങോട്ട് പോകുന്നത്? അതിന്റെ കമ്പനി നമ്മൾ വന്ന വഴി തിരിച്ചു പോകാതെ ഇതുവഴി അങ്ങ് ഇറങ്ങും. അതുവഴി പോകും. അതോ ഇതുവഴി തിരിച്ചു? ആ ശരി. അതെ. അതല്ലെങ്കിൽ മണ്ണിൽ വലിയ ഗട്ടർ വീഴുന്ന നടുവും ഇല്ല, ഞാൻ വേറെ വഴി ഇറങ്ങി വന്നു പോവാം. അല്ല, ഇതിപ്പം ഞങ്ങൾ വേറെ തോട്ടാ പോയത്. സ്ഥലം കാണാൻ പോവാം. ഈ ഒരു സ്ഥലം കൂടെ കാണാൻ പോവാം. ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. ഇത് തമിഴ്നാട് ഏരിയ അല്ലേ? ഇത് തമിഴ്നാട് ഏരിയ അല്ലയോ? അല്ലല്ല, നമ്മളീ പോകുന്ന റോഡിന്റെ ഇടത് സൈഡിൽ. ഓ ശരി. ഈ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ?
ഫ്രണ്ട് കാണുന്നത് ഒന്നുകൂടെ ഓടിച്ചു തരണം, ഒന്നുകൂടെ ഓടിക്കയറണം വണ്ടി. ടയർ കരിയുന്നുണ്ടാവും, 50 രൂപ ടയർ കരിഞ്ഞാൽ മതി. ബാഗിന് കട്ടയില്ലയോ? അതെ അതെ. ഇതിന്റെ കട്ട എത്ര രൂപ? ഇത് 3000. സ്പെഷ്യൽ കട്ടയാണോ? ആ സൈസ് കട്ട. അത് ഈ കിടക്കുന്നല്ലോ. നമ്മുടെ മുമ്പേ വന്നില്ലേ അറബികൾ? അല്ല അയാള് ഇവിടെ കൊണ്ടുവന്നാ അങ്ങനെ അറ്റത്ത് കൊണ്ടുവന്നു. ഗൈഡാണ് അയാള്, ശരിക്കും ടൂർ ഓപ്പറേറ്റർ ആണ്. അല്ല അല്ല സോളാർ പാനൽ. നമ്മുടെ അതോ? ഓ ആ ലീമൺ റിസോർട്ട്. കുറവനും കുറത്തിയും ഇത് ഏതാ ഇന്ത്യ? ഓ ഓ ഓ ഓ ഓ. നമ്മൾ അങ്ങോട്ട് പോയില്ല. ആ പടി കണ്ടു മേപ്പോട്ട്. ആ അതെ. ഒരു വാച്ച് ടവറാണ്. വാച്ച് ടവർ അതിന്റെ നേരെ പുറകെ കൊണ്ട് പണിതുകൊണ്ടാണ് നമുക്ക് ആ ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. അതിന് മുമ്പ് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിരുന്നു. അവിടെ ചെന്ന് കാണിക്കാം. അപ്പം നമ്മൾ കേരളത്തിന് തമിഴ്നാട്ടിലേക്ക് കിടക്കുക കേട്ടോ. ഇവിടെ നിന്ന് തമിഴ്നാട് പോകാനാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് തമിഴ്നാട് പോകാനാണ്. പിന്നെ മേഖല പോയിട്ട് രണ്ടാമത്തെ മലയില്ലേ മേഘമല. ആ ഞാൻ പോയിട്ടുണ്ട്. പോയിട്ടുള്ള സ്ഥലം പിന്നെ വെളുത്തൊരു സാധനം കണ്ടോ മലയുടെ ഏറ്റവും ടോപ്പില് ഈ കമ്പൻ ടൗൺ ഇല്ലേ അതിന്റെ നേരെ മേളിലേക്ക് നോക്കി ഒരു ചെറിയ വെളുപ്പാണ്. മേഘമല ഡാമാണ്. ശരി. അവിടെ നിന്നാണ് നമ്മുടെ ഈ സുർലി തീർത്ഥം സുർലിയിലേക്ക് വെള്ളച്ചാട്ടം വരുന്നത്. സുരുളി സുർലി വെള്ളച്ചാട്ടം ഞാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം പേരല്ലേ? പേരല്ലേ ഇത് കാപ്പിന്റെ ചെടി. അതില് രാമക്കൽമേട് ഇത് നമുക്കല്ല അതിന് போயிடுங்க ஏன் இங்க நின்னது பார்த்துட்டோம் நிறைய வாட்டின்னு இருக்கா இங்க நின்னுட்டோம் நிறைய பார்த்ததாங்க அப்படியே வெயிட் பண்ணு போங்கம்மா
ഓ രാമക്കൽമേട് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സാധനം ഇവിടെ ഇല്ലയോ? അതെ, ഈ വ്യൂ പോയിന്റ്. രാമക്കല്ലിന്റെ മേളിൽ കയറിയാൽ നമുക്ക് അതിന്റെ ആ ഫുള്ള് വ്യൂ കിട്ടുകയില്ല. രാമക്കല്ലിന്റെ വ്യൂ. അതെ. ഇപ്പൊ നമ്മുടെ ഉച്ച കയറി എന്നിട്ട് താഴത്തേക്ക് അതെ അതെ അതെ. സംഭവം അത്. ഈ രാമക്കല്ല് എങ്ങനെ ഇരിക്കുന്നത് അറിയണമെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് വരണം. അന്ന് നമ്മളിവിടെ ഇങ്ങോട്ട് വന്നില്ല, അവിടെ വന്ന് ഇല്ല, നമ്മൾ വന്നിട്ട് സാറ് വന്നെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല, ഓർക്കാതിരിക്കുന്ന ഇല്ല, അവിടെ വന്ന് നിർത്തി അവിടെ വ്യൂ കണ്ടിട്ട് പോകായിരുന്നു. ഉറപ്പാ. നിങ്ങൾ വന്ന സമയത്ത് ചെറിയ മഴ ഉണ്ടായിരുന്നല്ലോ? ഇല്ലില്ല, നമ്മൾ ഉറപ്പ് വന്നിട്ടുണ്ട് ഇവിടെ. ഇല്ലില്ല, വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയാണ്. ഇല്ല ഇല്ല, ജീപ്പ് ഇങ്ങോട്ട് വരത്തില്ലല്ലോ. എവിടെ? അവിടെ അവിടെ നിന്നിട്ട് നമ്മൾ പോകായിരുന്നു. സാറൊന്നും എൻ്റെ ജീപ്പിലല്ലായിരുന്നു. ആണോ? പിന്നെ അങ്ങനല്ലേ നമ്മൾ കുറിഞ്ഞിയുടെ ഒരു സാധനം അല്ലയോ? ഇത് കുറിഞ്ഞിയാണോ? അത്യാവശ്യം നല്ല മൃഗങ്ങളൊക്കെ ഉള്ള വനമാണിത്. അതിന്റെ തെളിവായി കിടക്കുന്നുണ്ടോ? ഇതെന്തോ എല്ല് കഷ്ടിച്ചേക്കുന്നുണ്ടോ? അതെന്തോ സാധനം? പുലിയോ എന്തെങ്കിലും. കാഷ്ടിക്കണമെങ്കിൽ ഹെവി. അതെ 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 അതെ. അല്ല, അത് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇത്രയും മതി. அங்கிட்டு திரும்ப பாரு. രാമക്കൽമേടാന്നത് കാണുന്നത്. അപ്പൊ ഇന്നിപ്പോ ആരും അങ്ങോട്ട് കയറിയിട്ടില്ലോ? അല്ല, മേളിൽ ആരുമില്ല, മേളില്ല. ഇങ്ങോട്ട് മാറി കിട്ടി. അവിടെ ഇങ്ങോട്ട് പാടി. അതിന്റെ മോളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഞാൻ സ്ഥിരം വരാറുള്ള. ഇവിടെ നമ്മൾ ഈ കാണാൻ വന്ന സ്ഥലത്തിന്റെ ഒരു രാമക്കൽമേടെന്നാ. അപ്പൊ ഈ രാമക്കൽമേട്ടിലെ രാമക്കല്ലാണ്. ഈ മലയുടെ പേരാണ് രാമക്കല്ല്. അപ്പൊ ഈ മലയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്, രാമക്കൽമേട്. അപ്പൊ അങ്ങനെ അറിയപ്പെടാൻ വേണ്ടി ഒരു ഐതിഹ്യമുണ്ട്. നമ്മുടെ ഈ ശ്രീരാമൻ വനവാസം നടത്തിയപ്പോ സീതയെ തട്ടിക്കൊണ്ടുപോയില്ലേ, ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയി. ശ്രീലങ്ക എന്ന് പറയുന്നത് ഈ തമിഴ്നാട്ടിന്റെ അങ്ങേക്കരയാണ്. അപ്പൊ ശ്രീരാമൻ ഈ സീതയെ അന്വേഷിച്ച് ഈ കാട്ടിൽ കൂടി വന്നൊരു സ്ഥലമാണ് ഈ രാമക്കൽമേട്. ആ കാലത്ത് ഈ കാണുന്ന തമിഴ്നാടൊക്കെ കടലായിരുന്നു എന്ന് പറയുന്നത്. ഈ കടലിൽ എത്തിക്കഴിയ സ്ഥലമാണ് തമിഴ്നാട്. അതാണ് ഇത്ര ഹൈറ്റ് വ്യത്യാസം വന്നേക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു 3500 അടി ഹൈറ്റിലാണ്. അപ്പൊ ശ്രീരാമൻ വന്ന സമയത്ത് ഈ കടലായതുകൊണ്ട് ഈ കടൽ തീരത്ത് ശ്രീരാമൻ കുറച്ച് പൊക്കത്തിൽ കയറി നിൽക്കാൻ വേണ്ടി ഹനുമാൻ ഉണ്ടാക്കി കൊടുത്താന്ന് പറയുന്ന മല. ഹനുമാന്റെ മലയുടെ പ്രത്യേകത ഓരോ കഷ്ണങ്ങൾ വെച്ച് അടിക്കടിക്ക് വെച്ച് ഓരോ പീസ് വെച്ച്. ഈ മലയുടെ 3 സൈഡും ഇതുപോലെ 3500 അടി താഴ്ചയുണ്ട്. ഈ 4ാമത്തെ സൈഡിൽ കൂടി നമുക്ക് നടന്നു കയറാം. താഴത്തെ നമ്മുടെ രാമക്കൽമേട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ നടന്നാൽ ഈ രാമക്കൽ എന്ന് പറയുന്ന മലയുടെ ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് രാമക്കല്ല്. അതുകൊണ്ടാണ് ഈ രാമക്കൽമേട് എന്ന പേര് പറയുന്നത്.
താഴത്തെ കാണുന്നതൊക്കെ തമിഴ്നാടാണ്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറി തോട്ടങ്ങളായി കാണുന്നത്. ഇത് തമിഴ്നാടാണോ താഴെ കാണുന്നത്? ആ നല്ല കൂട്ടായിട്ട് എനിക്ക് സാധനങ്ങളുണ്ടോ, ഏറ്റവും കൂട്ടായിട്ട് എല്ലാം തെങ്ങും തോപ്പുകളാണ്. 100 അടി 10 തോപ്പുകളുള്ള തെങ്ങായി കാണുന്നത്. അത്രയും ചെറുതായിട്ട് കാണുന്നു പിന്നെ കുറെ മുട്ട മരങ്ങൾ കണ്ടോ, അതെന്ത് ഈ വാളംപുളിയുടെ തോട്ടം, അതിന്റെ തോട്ടങ്ങളാണ്. ഇനി ഈ പാടം മാതിരി കാണുന്നില്ലേ, നല്ല നെൽകൃഷി പോലെ, അതൊക്കെ ഈ തറയിലുണ്ടാകുന്ന പച്ചക്കറികളാണ്. ഇതിനൊക്കെ റെഡ് കളർ കാണുന്നില്ലേ, അത് ഒരു കൃഷി കഴിഞ്ഞാൽ നേരെ വിഴുതിട്ടേക്കണം. വൈറ്റ് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് രാമക്കൽമേട് ഫ്ലൈറ്റ് വ്യൂ പോയിന്റ്. ഈ ഫ്ലൈറ്റിലൊക്കെ കയറി താഴത്തേക്ക് ലാൻഡ് ചെയ്യുന്ന സമയത്ത് താഴത്തേക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഈ കാറ്റാണ്. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റടിക്കുന്ന സ്ഥലം. സാധാരണ ഒരു 30 കിലോമീറ്റർ സ്പീഡ് എപ്പോഴും കാറ്റുണ്ടാവും. അതിനോട് ഏറ്റവും വലിയ പ്രത്യേകത ആ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ചെടികളൊക്കെ എല്ലാം കുറ്റിച്ചെടികളാണ്. എല്ലാം ഹൈറ്റ് ഒക്കെ ഇതിനേക്കാൾ സ്പീഡ് കാറ്റടിക്കാൻ അഗസ്ത്യാർകൂടം നല്ല കാറ്റുണ്ടല്ലോ. ഇതിപ്പോ കാറ്റില്ലാത്ത സമയം, കാറ്റില്ല ഇവിടെ. പച്ചക്കറിക്ക് മോളെ ഇങ്ങോട്ട് മാറി. ഇതെന്താ ചുറ്റീന്ത. ഇതാണ് നമ്മൾ ചൂലുണ്ടാക്കുന്നത്. നമ്മുടെ വീടിന്റെ അകത്തെ മുറിയൊക്കെ നൈസായിട്ടുള്ള ചൂല്, ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം. ഈന്തപ്പനയുടെ ഒരു വർഗത്തിൽ പെട്ട ചുറ്റീന്ത. നമ്മുടെ അവിടെ ക്ലിക്കുന്നത് ഈ പശ്ചിമഘട്ടത്തിലേക്ക് കൂടുതലുള്ള പുലിയൊക്കെ ഉള്ള സ്ഥലമാണ്. കഷ്ടിച്ചിട്ടേക്കുന്നത് ചുറ്റീന്ത ഇല്ലയോ? ഇത് ഈന്തപ്പനയുടെ ഒരു ഇനമാണ്. ഇതിലെ ഈന്തപ്പഴം പോലുള്ളൊരു ചെറിയ കായ ഉണ്ടാവും. അത് നല്ല മധുരമുള്ളതാണ്. ഇത് തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് കണ്ടിച്ചുകൊണ്ട് പോയി ചൂടുണ്ടാക്കും. അവിടെ ഫാക്ടറി കയറ്റി പ്രോസസ്സ് ചെയ്ത്. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന വീടിനകമൊക്കെ തൂക്കുന്ന ചൂല് ഉണ്ടാക്കുന്ന സസ്യം. തിരിച്ചിറങ്ങാം. മഴ ഇത് പറ്റത്തില്ലല്ലോ. മഴ ഇതിലെ വഴിയാണ്, ഇത് വന്ന വഴി തന്നെ പോകണം. ഇച്ചിരി എളുപ്പമുള്ള വഴി അല്ലയോ? ഇത് നല്ല വഴിയാണ്, ഇത്തിരി മുലുക്കമില്ലാതെ പെട്ടെന്ന് കയറും. ഇപ്പൊ ഉറുമ്പിക്കരം മൊത്തം ഇത് ടാർ ചെയ്തു. ഇത് തമിഴ്നാട് അല്ല, ഇപ്പൊ ഇത് രണ്ടും കേരള പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പട്ടയ ഭൂമിയാണ്. ആ തുഞ്ചത്തില്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡ് തമിഴ്നാട്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കകത്തോടെ വണ്ടി ഉണ്ടാവാൻ സമ്മതിക്കുമോ? ഇത് പഞ്ചായത്ത് റോഡ്. ഇത് പഞ്ചായത്ത് റോഡല്ലേ? രണ്ട് സൈഡും ഈ കാട് ഇരിക്കുന്നതൊക്കെയോ? അത് ഈ കുറെ കാലമായിട്ട് കുറെ ആൾക്കാർ ഈ സ്ഥലം വാങ്ങിച്ചിട്ടേക്കാം. വലിയ റിസോർട്ടൊക്കെ വരും. പട്ടയ ഭൂമിയാണ്. വിൽക്കാനും വാങ്ങിക്കാനും ഒന്നും പറ്റത്തില്ല അല്ലയോ? പറ്റും. പട്ടയം കിട്ടിയോ അല്ലയോ? ഇവിടെ പണ്ട് രവീന്ദ്രൻ പട്ടയം എന്നുള്ള വിവാദമായ ചോറ് കൊടുക്കാൻ പോകണോ?
ഓ നമ്മുടെ ഇവിടെ എത്തിയില്ലയോ? ആ മനസ്സിലായി. അയ്യോ, ബോർവിൽ കിടക്കാന്നോ? ഇവിടെ ഇങ്ങോട്ട് കയറി വരും അല്ലയോ? ഈ പ്ലാവ് ഇന്ന് എടുത്തിട്ടത് 1 മണിക്കാണ്. ഒന്നിച്ചടിക്കും. മൊബൈലാണ്